നമസ്കാരം. സമുദ്രത്തിലെ ഏറ്റവും വലിയ അപ്പെക്സ് പ്രെഡേറ്റർ ആരെന്ന ചോദ്യത്തിന് എക്കാലവും വൈറ്റ് ഷാർക്ക് എന്നാണ് ഉത്തരം. എന്നാൽ 2017 ദക്ഷിണാഫ്രിക്കയിലെ ഗ്യാൻസ്ബായ് തീരത്ത് 5 വലിയ വൈറ്റ് ഷാർക്കുകളുടെ മൃതദേഹങ്ങൾ അടിഞ്ഞു. ഇതിൽ അതിശയിപ്പിക്കുന്നത് എല്ലാ സ്രാവുകളുടെയും കരൾ കൃത്യമായ ശസ്ത്രക്രിയ നടത്തിയതുപോലെ നീക്കം ചെയ്യപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ 2 ഓർക്കകൾ അഥവാ കില്ലർ വെയിലുകളാണ്. ഈ 2 ആണോർക്കകളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് 2015-ലാണ്. ഓർക്കകൾ വളരെ ബുദ്ധിയുള്ളവരും കൂട്ടമായി വേട്ടയാടുന്നവരുമാണ്. എന്നാൽ സ്രാവുകളെ ഇവർ വേട്ടയാടുന്നത് അവയുടെ ഒരു ബലഹീനത മുതലെടുത്താണ്. സ്രാവുകളെ തലകീഴായി മറിച്ചാൽ അവ ടോണിക് ഇമൊബിലിറ്റി എന്ന അവസ്ഥയിലേക്ക് പോകും. ശരീരം പൂർണ്ണമായും തളരുന്ന ഈ അവസ്ഥയിൽ സ്രാവിന് പ്രതികരിക്കാനാവില്ല. ഇത്തരത്തിൽ ഓർക്കകൾ സ്രാവിനെ കൊന്ന ശേഷം അവയുടെ ശരീരം മുഴുവൻ ഭക്ഷിക്കാതെ സ്രാവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കൃത്യമായി മുറിവുണ്ടാക്കി കരൾ മാത്രം പുറത്തെടുത്ത് ഭക്ഷിക്കുന്നു. സ്രാവുകളുടെ കരൾ വളരെ വലുതും കൊഴുപ്പ് നിറഞ്ഞതുമാണ്. ഇതിൽ സ്ക്വാലിൻ എന്ന സംയുക്തം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഓർക്കകൾക്ക് ദിവസവും വലിയ അളവിൽ ഊർജം ആവശ്യമാണ്. ഒരു സ്രാവിനെ മുഴുവൻ തിന്നുന്നതിനേക്കാൾ കൂടുതൽ ഊർജം അതിന്റെ കരൾ മാത്രം തിന്നുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ തീരങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ആ പ്രദേശത്ത് ഓർക്കകളുടെ സാന്നിധ്യം കണ്ടാൽ അവിടുത്തെ വൈറ്റ് ഷാർക്കുകൾ ആ പ്രദേശം വിട്ടു പോകുമെന്നാണ്. ചിലപ്പോൾ 1 വർഷത്തോളം ആ ഭാഗത്തേക്ക് സ്രാവുകൾ തിരികെ വരാറില്ല. സ്രാവുകൾ കുറയുന്നതോടെ അവ ഭക്ഷണമാക്കിയിരുന്ന കേപ്ഫർ സീലുകളുടെ എണ്ണം അമിതമായി വർദ്ധിക്കുന്നു. ഇത് മറ്റു ചെറിയ മത്സ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു. കൂടാതെ ഓർക്കകൾ വളരെ ഉയർന്ന സാമൂഹിക ബുദ്ധിയുള്ള ജീവികളാണ്. ഈ 2 ഓർക്കകളും വികസിപ്പിച്ചെടുത്ത ഈ കരൾ വേട്ട മറ്റു ഓർക്കകളിലേക്കും പകരുന്നത് കടലിലെ ആവാസ വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.